നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റ് വളരെ നല്ല രീതിക്ക് പഠിച്ച, മാരുതിയെ പോലെ തന്നെ പഠിച്ച മറ്റൊരു ബ്രാൻഡാണ് കൊറിയൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഹ്യുണ്ടായി. ഹ്യുണ്ടായിയുടെ എക്സ്റ്റർ എന്ന് പറയുന്നൊരു വാഹനം കൊണ്ടുവന്നൊരു വിപ്ലവം വളരെ മികച്ചതായിരുന്നു. കാരണം എക്സ്റ്റർ ഇറങ്ങിയ സമയത്ത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രൈസിങ്ങിലാണ് ഒരു വാഹനം വന്നത്. ഇന്ത്യൻസിന് ആവശ്യമുള്ള SUV കൈൻഡ് ഓഫ് അപ്പിയറൻസ് ഉള്ളൊരു വാഹനമാണ് യഥാർത്ഥത്തിൽ ഈ എക്സ്റ്റർ. പക്ഷേ കാണുന്നവർക്ക് അറിയാൻ പറ്റില്ലെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം ഇത് ഗ്രാൻഡ് i10 നിയോസ് എന്ന് പറയുന്ന വാഹനം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ബലീനോ എന്ന് പറയുന്ന വാഹനത്തെ കുറച്ച് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് യൂറോപ്യൻ മാർക്കറ്റിലുള്ള എസ് ക്രോസിൻ്റെ മുഖഭാവമൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഫ്രോങ്സ് എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അതിനെ ഒരു ക്രോസ് ഓവർ SUV എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഈ ഒരു വാഹനത്തെ പഠിച്ച ആളുകൾക്കറിയാം ഇത് ബലീനോ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഗ്രാൻഡ് i10 നിയോസ് എന്ന് പറയുന്ന ആ സെയിം വാഹനത്തെ തന്നെ കുറച്ച് അപ്പിയറൻസ് മാറ്റി SUV കൈൻഡ് ഓഫ് ഡിസൈൻ കൊടുത്തിട്ട് കുറച്ച് സ്പേഷ്യസ് ആക്കി എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു വാഹനം ഇറക്കിയിട്ട് വെന്യൂവിന് താഴെ ഒരു മൈക്രോ SUV ടാഗ് കൊടുത്തിട്ട് അത്തരത്തിലൊരു വാഹനത്തെ കൊണ്ടുവന്ന് നല്ല രീതിക്ക് മാർക്കറ്റ് പിടിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായിയുടെ എക്സ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെഷ്യലി ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ AMD ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനം എടുക്കുന്ന ആളുകൾ ഒരു ബഡ്ജറ്റൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും AMDയിലേക്ക് ചെല്ലും. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം, ഒരുപാട് വാഹനങ്ങളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം ഹ്യുണ്ടായി എക്സ്റ്റർ AMD ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേഡ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് കണ്ട് അതിനൊന്ന് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനം ഞാൻ നേരത്തെ പറഞ്ഞു, ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന് പറയുന്നത് ഗ്രാൻഡ് i10 നിയോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനമാണ്. ഏത് വാഹനം വാങ്ങുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ പ്ലാറ്റ്ഫോം എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. കാരണം ഗ്രാൻഡ് i10 നിയോസിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് K1 പ്ലാറ്റ്ഫോമാണ്. ഈ K1 പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരുപാട് വാഹനങ്ങളെ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള കിയയുടെ സിറോസ് എന്ന് പറയുന്ന വാഹനം ഗ്രാൻഡ് i10 നിയോസിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്, K1 പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ കിയയുടെ കാരൻസ് എന്ന് പറയുന്ന വാഹനവും K1 പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അപ്പോൾ ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് i10 നിയോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു വാഹനം, അതായത് K1 പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു വാഹനമാണ് എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനം. ഈ പ്ലാറ്റ്ഫോമിന് കുറച്ച് അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉണ്ട്. കാരണം സ്ട്രക്ചറൽ റിജിഡിറ്റി, അതുമാത്രമല്ല സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവരുടെ സ്റ്റാർ റേറ്റിങ്ങിൽ കാണുന്നുമുണ്ട്. ഇനി പ്രധാനമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നമുക്ക് നോക്കാം. ഇപ്പോൾ ലുക്ക് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. ഈ വാഹനത്തിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു SUV ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസൈൻ ലാംഗ്വേജ് ഫ്രണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് തോന്നും. ക്ലാഡിംഗ് ഒക്കെ വെച്ചിട്ട് ആ ഒരു രീതിക്കുള്ളൊരു അപ്പിയറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു പരിധി വരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ചില ആളുകൾക്കൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇഗ്നിസിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ്. ചില ആളുകൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിസൈൻ്റെ കാര്യമെന്ന് പറയുന്നത് അത് വ്യക്തികളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്പേസ് നോക്കാം. വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 391 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ പഞ്ചിനേക്കാളും കൂടുതലാണ്, ഈ പറയുന്ന ഇതിന് മുകളിലുള്ള വാഹനമായിട്ടുള്ള വെന്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2450 മില്ലിമീറ്റർ വീൽ ബേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു വാഹനത്തിലുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 3815 മില്ലിമീറ്ററാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1710 മില്ലിമീറ്ററാണ്. ഈ വിഡ്ത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ടൗണിലൂടെയും ഇടവഴികളിലൂടെയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്കത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കും. ഹൈറ്റ് എന്ന് പറയുന്നത് 1631 മില്ലിമീറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. ഹോണ്ട സിറ്റി, അതുമാത്രമല്ല സ്വിഫ്റ്റ്, ഏറ്റവും പ്രധാനമായിട്ട് ആൾട്രോസ്, ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അഭാവം കൊണ്ടാണ്. ഇപ്പോൾ 185 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട്. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്ററിനുണ്ട്. ഇനി 6 എയർ ബാഗ് ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളൊന്നും സേഫ്റ്റിയുടെ കാര്യത്തിലുള്ള ABS, EBD ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആളുകളെ അട്രാക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഹ്യുണ്ടായി എപ്പോഴും കൊടുക്കാറുണ്ട്. ഹ്യുണ്ടായി വാഹനത്തിൻ്റെ അകത്തേക്ക് കാര്യമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഒരു റാറ്റ്ലിംഗ് നോയ്സ് ഒക്കെ ഹ്യുണ്ടായി വാഹനങ്ങൾ, അത് എക്സ്പെഷ്യലി ക്രെറ്റയിൽ പോലും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ മക്സ്പെഷൻ സ്റ്റഡാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിൽ റിയർ ട്വിസ്റ്റ് ബീം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സോഫ്റ്റർ സൈഡാണ്. ഒരു 5 പേരൊക്കെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ സസ്പെൻഷൻ ട്രാവൽ ശരിക്കും താഴത്തോട്ട് ഇങ്ങനെ
താന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നല്ല രീതിക്കുള്ളൊരു ബമ്പി റൈഡ് ചില സമയങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ടയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 175/65 R15 ആണ് ടയറിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ വാഹനം 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 5 സ്പീഡ് AMTയിലും അത് മാത്രമല്ല CNGയിലും അവൈലബിൾ ആണ്. അപ്പോൾ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ ഹ്യുണ്ടായി കൊണ്ടുവന്ന ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടാറ്റ കൊണ്ടുവന്നൊരു ടെക്നോളജിയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഡയറക്റ്റായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് പഞ്ചുമായിട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ സിട്രോൻ്റെ C3 എന്ന് പറയുന്ന വാഹനമൊക്കെ ആയിട്ട് ഇത് ഡയറക്റ്റായിട്ട് മത്സരിക്കുന്നുണ്ട്. പക്ഷേ പഞ്ചുമായിട്ടൊന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചിൻ്റെ AMTയേക്കാൾ മച്ച് ബെറ്ററാണ് ഹ്യുണ്ടായുടെ AMT എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വാഹനത്തിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇൻ കേസ് AMT ട്രാൻസ്മിഷൻ്റെ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് വാഹനം ഓടിക്കാം. മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ എങ്ങനെ നോക്കിയാലും ഒരു 13 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നൽകുന്നത്. എക്സ്പെഷ്യലി AMTയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. ഹൈവേയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 17 കിലോമീറ്റർ ഒക്കെ 18ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു 17നും 18നും ഇടയ്ക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഹൈവേയിൽ കിട്ടും. പിന്നെ AMT ഓടിച്ച് നമ്മളങ്ങ് ശീലിക്കണം. കാരണം നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈല്, വണ്ടിയുടെ ക്വാളിറ്റി, വണ്ടിയുടെ ടയറിലെ പ്രഷർ, അത് മാത്രമല്ല എയർ പ്രഷർ, അത് മാത്രമല്ല നമ്മൾ വാഹനം ഓടിക്കുന്ന പ്രതലം, ട്രാഫിക്, ഇതെല്ലാം നോക്കിയിട്ടിരിക്കും ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വാഹനം ഓടിച്ചതിന് ശേഷം അതിന് മൈലേജ് ഇല്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അത്തരം ആ ഒരു സെയിം വാഹനം തന്നെ നല്ല ക്വാളിറ്റിയുള്ളൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ മൈലേജ് ലഭിക്കും. ഇനി ഈ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പഞ്ചിൽ 4 സിലിണ്ടർ എഞ്ചിൻ ഇല്ല എന്ന് ചോദിച്ചാൽ പഞ്ച് അത്യാവശ്യം വെയിറ്റുള്ളൊരു വാഹനമാണ്. അത്രയും വെയിറ്റുള്ളൊരു വാഹനത്തിലേക്ക് 4 സിലിണ്ടറും കൂടെ വരുമ്പോഴത്തേക്കും ഓവറോൾ വാഹനത്തിൻ്റെ വെയിറ്റ് കൂടുകയും അതിൻ്റെ മൈലേജിനെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ 3 സിലിണ്ടർ റവട്രോൺ എഞ്ചിൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 സിലിണ്ടർ 4 സിലിണ്ടർ എന്ന് പറഞ്ഞൊരു കമ്പാരിസൺ വരുമ്പോഴത്തേക്കും റിഫൈൻമെൻറ്റ് കൂടിയ 4 സിലിണ്ടർ എഞ്ചിനാണ് എക്സ്റ്ററിലുള്ളത്. ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 1197 cc ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി. നമുക്കറിയാം 1.2 കാപ്പ എഞ്ചിനാണ്. നമുക്കത് കുറേ കാലമായിട്ട് അറിയാവുന്ന ഒരു എഞ്ചിനാണ്. 81.8 bhp ആണ്. അത് 6000 RPMലാണ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. 113 Nm ടോർക്ക്, അത് 4000 RPMൽ ജനറേറ്റ് ചെയ്യുന്നത്. 37 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടാണ്. ബാക്ക് സീറ്റ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ആ ഒരു രീതിക്ക് എനിക്ക് തോന്നി. കാരണം ഒരു 6 ഫീറ്റ് ഹൈറ്റുള്ള ഒരാൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഒരു ബാക്ക് സീറ്റിലിരിക്കുക. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ആ ബാക്ക് സീറ്റിൻ്റെ ചാരും ചെരിവും സ്ലാൻഡിങ്ങും ഒക്കെ കുറച്ചൊരു കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ പഞ്ച് കുറച്ചും കൂടെ മികച്ച ഒരു കംഫർട്ട് ലെവൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ പഞ്ചിൻ്റെ കേസ് എന്ന് പറയുന്നത് വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്. പക്ഷേ സർവീസ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് നിങ്ങൾക്ക് പോയി അടി ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രശ്നം നേരിടാൻ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ടാറ്റയുടെ വാഹനങ്ങൾ വാങ്ങുക. ഞാൻ ഒരിക്കലും മോശമായിട്ട് പറഞ്ഞതല്ല. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം നിങ്ങളൊരു 100 പേരോട് ചോദിച്ചു നോക്ക്, ഈ 100 പേരിൽ 80 പേരും ഇത് തന്നെയായിരിക്കും പറയുന്നത്. കാരണം വണ്ടി വാങ്ങിച്ചു, സർവീസ് സെൻറ്ററിൽ ചെന്നു, വണ്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഓരോരോ പാർട്സ് അഴിച്ചു നോക്കുന്നു. വണ്ടിക്ക് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പാർട്സ് വരാൻ ഡിലേ ആകുന്നു, വാഹനം അവിടെ കിടക്കുന്നു, നമ്മൾ EMI വെറുതെ അടച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വാഹനം ഒരു സൈഡിൽ കിടക്കുന്നു, പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുന്നു എൻ്റെ വണ്ടിക്ക് എന്ത് പറ്റി. പക്ഷേ ഹ്യുണ്ടായുടെ കേസിൽ സർവീസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസസ് എന്ന് പറയാം. തീർച്ചയാണ് നല്ല രീതിക്കുള്ളൊരു സർവീസ് ഹ്യുണ്ടായി കൊടുക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ ചെറിയ ഒതുങ്ങിയ ഒരു കാർ എന്നൊരു കാഴ്ചപ്പാടിൽ ഹ്യുണ്ടായുടെ എക്സ്റ്ററിൻ്റെ AMT മികച്ചൊരു വാഹനം തന്നെയാണ്. മൈലേജ് എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ ആയിട്ട് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് 13 കിലോമീറ്ററൊക്കെ സിറ്റിയിൽ ലഭിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17 കിലോമീറ്റർ ടു 18 ഹൈവേയിൽ തീർച്ചയായിട്ടും ലഭിക്കും. ആ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ, അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. ഈ വിലയ്ക്ക് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു വാഹനം. അതുമാത്രമല്ല CNGയിലും അവൈലബിൾ ആണ്. ബാക്ക് സീറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കംഫർട്ട് ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു പെർസെപ്ഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഏത് വാഹനം എടുത്താലും നിങ്ങളത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ആ വാഹനത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, റൈഡ് എങ്ങനെയുണ്ട്, കംഫർട്ട് എങ്ങനെയുണ്ട്, സ്പേസ് എങ്ങനെയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് എടുക്കുക. നല്ല നല്ല വ്ളോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.